ഈ നിയമവും കാര്യങ്ങളുമായപ്പോൾ ഞങ്ങൾ ഭക്ഷണമില്ലാതെ അലയുകയാണ് മനുഷ്യ സുഹൃത്തുക്കളെ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ഈ ബസ് ഇറങ്ങി വലിയ വലിയ ഹോട്ടലുകളിൽ പോയി ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ. 2 ദിവസം ഒന്ന് കഴിക്കാതിരുന്നേ. അപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന വിശപ്പും മാനസിക വിഭ്രാന്തിയും നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. അതുപോലെയാണ് ഞങ്ങൾ ഇങ്ങനെ തെരുവ് നായ്ക്കളായത്. ഞങ്ങളെ പകുതി വളർത്തിയിട്ട് തെരുവിൽ കൊണ്ട് കളയുമ്പോഴാണ് ഞങ്ങൾ കൂടുതലും ഇങ്ങനെ തെരുവ് നായ്ക്കളായി തീരുന്നത്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഞങ്ങളിപ്പോൾ അലയുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങൾ ഞങ്ങളെ ചില്ലുമേടയിൽ ഇരുന്ന് കല്ലെറിയാതിരുന്നാൽ മാത്രം മതി. ഞങ്ങൾ എവിടുന്നെങ്കിലും ഞങ്ങൾ ഭക്ഷണം തേടി കണ്ടോളാം. ഇതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ. പുതിയ നിയമങ്ങളും കാര്യങ്ങളും വന്നപ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടാതെയായി. എന്ത് ചെയ്യാം? ആക്രമാസക്തരല്ല സുഹൃത്തുക്കളെ. ഞങ്ങൾ ഏറ്റവും കൂടുതൽ നന്ദിയും കൂറുമുള്ള മൃഗങ്ങളാണ് ഞങ്ങൾ ഭക്ഷണം കിട്ടാതെ അലയുമ്പോഴാണ് ഞങ്ങൾ ആക്രമാസക്തരാകുന്നത്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഞങ്ങൾക്ക് ഈ നിയമ നടപടികളെല്ലാം എടുത്തല്ലോ. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഭക്ഷണമോ ഞങ്ങളെ പാർപ്പിക്കുവാനുള്ള വഴികളോ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ ഉപകാരമായിരുന്നു.